നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് നമ്മുടെ ബാങ്കിങ് പാസ്വേഡുകളാണെങ്കിലും നമ്മുടെ ഡാറ്റകൾ, നമ്മുടെ ഫ്രണ്ട്സിന്റെ ഓഡിയോസ്, വീഡിയോസ്, നമ്മൾ ഇട്ടിരിക്കുന്ന ഫോട്ടോസ്, ഇതെല്ലാം ഹാക്ക് ചെയ്യപ്പെടുക എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിലും മേലെയായിട്ട് ഇപ്പം പലരും പറഞ്ഞു തരാത്ത ഒരു ഓപ്ഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ രീതിയിൽ നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങളുടെ ബാങ്കിലുള്ള പൈസ വരെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. പല ആളുകളും ഈ ഒരു പ്രശ്നം ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞാൻ ഈ പറഞ്ഞത് പോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഇതേപോലെ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫോണും ഈ രീതിയിൽ ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. മാത്രമല്ല, ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് നിങ്ങൾ ഒന്ന് ലൈക്കും അതേപോലെ സബ്സ്ക്രൈബും ചെയ്ത് കണ്ടിട്ട് തന്നെ നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങിക്കോളും. നമ്മുടെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്ത് നമ്മൾ പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സപ്പ് അല്ലെങ്കിൽ ബാങ്കിങ് പാസ്വേഡുകൾ, നമുക്ക് ബാങ്കിലുള്ള അക്കൗണ്ടിലുള്ള പൈസ പോകുന്ന രീതിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ഹാക്കിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിരിക്കണം. അത് ഏത് വഴിയാണെന്ന് വെച്ചാൽ ഇവിടെ കണ്ടില്ല, നമുക്ക് നമ്മുടെ മെസ്സേജിംഗ് ആപ്ലിക്കേഷന്റെ ആ ഒരു ലോഗോ കാണുന്നില്ലേ, ആ മെസ്സേജിംഗ് ആപ്പിന്റെ ലോഗോയില് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കാര്യം മനസ്സിലാവും. ഞാൻ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം, എങ്ങനെയാണ് അതിന് രക്ഷപ്പെടുക എന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കണ്ടില്ല, നമ്മുടെ മെസ്സേജുകൾ നമുക്ക് പല ബാങ്കിൽ നിന്നൊക്കെ പല മെസ്സേജുകൾ OTP കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ വരുന്ന OTP കാര്യങ്ങളൊക്കെ മറ്റുള്ള ആളുകളുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ ആലോചിച്ചാൽ തന്നെ അറിയാലോ, പെട്ടെന്ന് തന്നെ നമ്മുടെ പൈസ പോകും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ ചെയ്യേണ്ട, ആ മെസ്സേജിംഗ് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ആ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഡിവൈസ് പെയറിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. എല്ലാവരും മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യുക, ഡിവൈസ് പെയറിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ആ ഡിവൈസ് പെയറിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇന്റർഫേസിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം, നമുക്ക് ഗൂഗിൾ ഇവിടെ messages.google.com എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് ഒരു QR ഷെയറിംഗിന്റെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ ഏറ്റവും താഴെയായിട്ട് പെയർഡ് ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഫോണായിട്ട്, അതായത് ഒരു ഐഫോൺ ആയിട്ട് ഇവിടെ എന്തായിട്ടുണ്ട്, പെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഫോണിലേക്ക് വരുന്ന കാര്യങ്ങളെല്ലാം മറ്റുള്ള ഒരു ഐഫോണിലേക്ക് പോകുന്നുണ്ടെന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫോണിൽ ഇതേപോലെ ആരെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ നിങ്ങൾ നോക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അത് എങ്ങനെയാണ് ഒഴിവാക്കേണ്ടതൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് പറയേണ്ടതുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞിരിക്കുന്ന messages.google.com എന്ന് പറഞ്ഞ സൈറ്റിൽ കയറിയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫോണിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഫോണിനെ അവരെ ഫോണിലേക്ക് പെയർ ചെയ്യുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഗൂഗിളിൽ messages.google.com എന്ന് പറഞ്ഞ സൈറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിന്റെ QR അവർക്ക് കാണാൻ സാധിക്കും. ആ QR അവർക്ക് അവരുടെ ഫോണിൽ ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരന്ന് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് ഇവിടെ താഴെ കാണിക്കുന്നുണ്ട് QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ. ആ QR സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് വെച്ചിട്ട് അവരുടെ ഫോണും നമ്മുടെ ഫോണും തമ്മിൽ പെയർ ആവും. പിന്നീട് നമ്മുടെ ഫോണിൽ വരുന്ന എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ മെസ്സേജിൽ വരുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് OTP ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട കാര്യം. ഫോണിൽ നിന്നൊക്കെ ബാങ്കിൽ നിന്ന് വരുന്ന പല OTPകളും നമുക്ക് നേരെ മെസ്സേജിലേക്കാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ മെസ്സേജിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓൺ ദി സ്പോട്ടിൽ തന്നെ ആ കാര്യം എടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഈ പേരന്റ് ഡിവൈസസിന്റെ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അവിടെ എന്താ ക്ലിക്ക് ചെയ്യേണ്ടത്, താഴെ കാണിക്കുന്ന അൺപെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ താഴെ കാണിക്കുന്നില്ലേ, ആ അൺപെയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മളോട് ചോദിക്കും അൺപെയർ ചെയ്യട്ടെ എന്ന്. അതായത് നമ്മുടെ ഫോണായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആ ഫോണിൽ നിന്നും അൺപെയർ ചെയ്യട്ടെ എന്നത്. അവിടെ അൺപെയർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോണിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അൺപെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഡിവൈസുകൾ, ഫോണുകൾ ഇതേപോലെ നമ്മുടെ മെസ്സേജുമായിട്ട് കണക്ട് ആയിട്ടുണ്ടോ താഴേക്ക് നോക്കി നോക്കുക. ഇനി നമുക്ക് ഇതൊരു ഉപകാരത്തിൽ പെടുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ്. കാരണം നമ്മുടെ ഫോൺ, നമുക്ക് രണ്ട് ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്, നമ്മുടെ മറ്റേ ഫോണിൽ ഇതേപോലെ തന്നെ പെയർഡ് ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ഫോണിന്റെ QR നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ പുതിയ ഫോണായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് രണ്ട് ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത് ഉപകാരമാണ്. പക്ഷെ മറ്റാരെങ്കിലും, ഒരു പരിചയമില്ലാത്ത ആളുകളുടെ ഫോണുമായിട്ടാണ് പെയർ ചെയ്തിരുന്നെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ അൺപെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അൺപെയർ ചെയ്യുന്നു.